എല്ലാവർക്കും ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്രത്യേകതരം ചിക്കൻ വിഭവമാണ്. ഇതിന്റെ പേരാണ് മാജിക് ചിക്കൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും അതിലുപരി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എന്നുള്ളതുമാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ പിന്നെ മാജിക് ചിക്കനെ അടുത്തെറിഞ്ഞാലോ? എങ്കിൽ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് പരിചയപ്പെടാം. വെളിച്ചെണ്ണ 25 ഗ്രാം, ചെറിയ ഉള്ളി 150 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ക്രഷ്ഡ് ചില്ലി 2 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, ചിക്കൻ 1 കിലോഗ്രാം, മുട്ട 1, ടൊമാറ്റോ സോസ് 2 സ്പൂൺ. ഇത്രയുമായാൽ നമുക്കിതിനെ തയ്യാറാക്കുന്ന രീതിയിലേക്ക് കിടക്കാം. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 25 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 150 ഗ്രാം ചെറിയ ഉള്ളി മുഴുവനോടെ നിക്ഷേപിക്കണം. ഇതാണ് ഈ ഡിഷിന്റെ പ്രത്യേകതകളിൽ ഒന്ന്. അതായത് നമ്മൾ ചില സാമ്പാറുകളിൽ ഉള്ളി മുഴുവൻ ഇടുന്നത് പോലെയാണ് ഇതിനകത്ത് നമ്മൾ കൊച്ചുള്ളി ഉപയോഗിക്കുന്നത്. ഇതിനോടൊപ്പം അല്പം ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. ഇങ്ങനെ നന്നായി വഴന്ന് കിട്ടി എന്ന് ഉറപ്പാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം 2 സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് വീണ്ടും നന്നായി ഇളക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ഇതിലേക്കിട്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റോളം നേരം അടച്ചു വെച്ച് വേവിക്കണം. ഇതിൽ നമ്മൾ പ്രത്യേകമായി വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചിക്കൻ വെള്ളം തന്നെ മതിയാകും ഇത് നന്നായി വെന്ത് വരാൻ. ഇങ്ങനെ ഏകദേശം 20 മിനിറ്റോളം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അടപ്പ് തുറന്ന ശേഷം ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് വീണ്ടും നന്നായി ഇളക്കി നല്ലവണ്ണം ചിക്കന്റെ എല്ലാ പീസിലും പിടിക്കുന്നത് പോലെ ഇളക്കിയെടുക്കണം. അതിനുശേഷം 2 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് വീണ്ടും നന്നായി ഇളക്കണം. ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് അളവ് കൂടിയാൽ മൊത്തത്തിൽ ഈ ചിക്കന്റെ ക്രെഡിറ്റും ഈ ടൊമാറ്റോ സോസ് അങ്ങ് കൊണ്ടുപോകും. അതുപോലെ ടൊമാറ്റോ സോസിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഇത് ഉപയോഗിക്കണമെന്നുമില്ല. പകരം മറ്റ് ഇൻഗ്രീഡിയൻസുകൾ കൊണ്ട് തന്നെ മാജിക് ചിക്കൻ നന്നായി തയ്യാറാക്കി എടുക്കാം. അപ്പോ ഇത്രയും എടുത്ത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മാജിക് ചിക്കൻ റെഡി. അപ്പോ ഇതിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് ഈ മാജിക് ചിക്കന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനൊപ്പം ആർക്കും പരീക്ഷിക്കാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എന്നതും ഇത് കുട്ടികൾക്ക് വരെ വളരെ ഈസിയായി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും എന്നുള്ളതുമാണ് ഇതിന്റെ ഒരു മേന്മ. എന്താ, എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ വിഭവം? ഇതുപോലെയുള്ള പുത്തൻ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.